ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് എങ്ങനെയാണ് ഒരു തമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ. പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരു HD തമ്പനി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെ കുറിച്ച് നമ്മൾ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സംഭവമാണ് തമ്പനി. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഭാഗം, നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കയറി ചെല്ലുന്ന ഭാഗം തന്നെ യൂട്യൂബിൻ്റെ തമ്പനൈസുകൾ കണ്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ തമ്പനെ കണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് റേറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലുണ്ട്, അത് കൂടി വരും. നല്ല നല്ല തമ്പനൈസ് ഇടുമ്പോൾ മാത്രമേ നമുക്ക് വ്യൂസും കിട്ടുള്ളൂ, വീഡിയോ വൈറലാവുള്ളൂ. നമ്മൾ വീഡിയോ വൈറലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂട്യൂബ് തമ്പനി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു തമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലാണ്. ആദ്യമായിട്ട് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം മുകളിലായിട്ട് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണും. ഫയലിൽ പോയിട്ട് ന്യൂ അടിക്കുക. ന്യൂ അടിക്കുമ്പോൾ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ മുകളിലായിട്ട് നെയിമിൻ്റെ അവിടെ നമ്മൾ BH എന്ന് കൊടുത്തു, നമ്മൾ ഒരു ഫുൾ ഫോം പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ 1250 × 720, റെസൊല്യൂഷൻ 100. പിക്സലൊക്കെ നമ്മൾ നോർമൽ പിക്സൽ തന്നെ. ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ പേജ് ഓപ്പൺ ആയി വരും. അതിലേക്ക് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണം. എന്നാലും നമുക്ക് തമ്പനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആകർഷണീയമായ ഫോട്ടോ ആഡ് ചെയ്യണം. അതിൽ ഫയലിൽ പോവുക, ഓപ്പൺ അടിക്കുക. നമ്മളൊരു ഫോട്ടോ അവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഓപ്പൺ അടിച്ചു. അപ്പോൾ നമ്മുടെ സൈസിലേക്കുള്ള 1280 × 720 എന്ന സൈസിലുള്ളൊരു ഫോട്ടോ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലൊരു ഇംഗ്ലീഷ് വേൾഡ് അടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക. നല്ല രീതിയിൽ ഫോണ്ട് മുകളിൽ കാണാം. അതിൽ നമ്മൾ ഫോണ്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു, നമ്മൾ മുകളിൽ സെലക്ട് ചെയ്തു. അതിന് ടി എന്ന് പറഞ്ഞ വർഷം നമുക്കതിൽ പേരുകൾ അടിക്കണതിന് ടി അടിക്കാം. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ തമ്പനി എന്നടിച്ചു. അതിനുശേഷം നമ്മൾ മുകളിൽ ഈ ആരോ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് നമ്മളത് പൊസിഷൻ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ തമ്പനൈൽസിനെ നമുക്ക് സൈസ് കൂട്ടണമെങ്കിൽ Ctrl+T അടിക്കുക. Ctrl+T അടിക്കുമ്പോൾ അതിനെ നമുക്കിങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. കണ്ടില്ലേ, നല്ല സൈസിൽ ഇങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ മുകളിൽ കൊണ്ടുവച്ചു. നമുക്ക് എവിടെ കൊണ്ടുവയ്ക്കണമെങ്കിൽ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലൈ ദ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് വരും. അപ്ലൈ അടിക്കുക. അതിന് നമുക്ക് വേണമെങ്കിൽ അവിടേക്കാണെങ്കിൽ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ അടിയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമുക്ക് ഫോണിൻ്റെ സ്റ്റൈലുകളൊക്കെ മാറ്റാൻ. കണ്ട നല്ല നല്ല ആളുകളിലേക്കൊക്കെ പെട്ടെന്ന് ആകർഷமான രീതിയിലുള്ള സ്റ്റൈലുകൾ വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്ന് വെച്ചാൽ മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കും. മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ യൂണിക്കോഡ് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാൻ നമ്മൾ കാട്ടിത്തരാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ വാട്സാപ്പിലേക്ക് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് മലയാളം ടൈപ്പ് ചെയ്തിട്ട് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുക. അത് നമ്മളെങ്ങനെ കാട്ടിത്തരാം. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മൊബൈൽ വാട്സാപ്പിനെ കണക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അറിയാമല്ലോ വാട്സാപ്പിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന്. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബർ ആണോ എന്ന് നമ്മൾ കോപ്പി ചെയ്തു ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ടൈപ്പിസ്റ്റ് എന്നാണ് ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതായത് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ടൈപ്പിസ്റ്റ്. അതിൽ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. കൺവേർട്ടിൽ പേസ്റ്റ് അടിക്കുക. അതിൽ യൂണിക്കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം, നമ്പർ 1. അതിൽ കോപ്പി ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മലയാളത്തിൽ നിങ്ങൾ യൂട്യൂബർ ആണോ എന്ന് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഫുള്ളായി സെലക്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്ത് കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ HM മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് HML. അത് ക്ലിക്ക് ചെയ്യുക. 5ാമത്തെ ഓപ്ഷനിലാണ് HTML കിടക്കുന്നത്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺവേർട്ട് ടു HTML സീരീസ് കൊണ്ട് കഴിയും. അത് ഓക്കെ അടിക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഫോട്ടോഷോപ്പിലോട്ട് വരാം. അവിടെ നമ്മൾ ടീയിൽ അമർത്തുക. അതിൽ ഫോണ്ടിൽ നമുക്ക് മലയാളം എന്ന ഫോണ്ട് ക്ലിക്ക് ചെയ്യണം. അതിൽ മലയാളം ML എന്നാണ് കാണും, ML ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഇത് സെലക്ട് ആവാത്ത കാരണമാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ എഡിറ്റിൽ പോയിട്ട് ഒന്നുകൂടി സെറ്റപ്പ് അടിക്കുക.
അതിനുശേഷം നമ്മൾ ന്യൂ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടി എടുത്തു, അവിടെ നമ്മൾ കൊണ്ടുപോയി വി അടിച്ചു. അതിനുശേഷം ഫുള്ളായി സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ എം എൽ എന്നൊരു ഓപ്ഷനിലേക്ക് ഇടുക. അപ്പോൾ അവിടെ നമ്മൾ കാണാൻ പറ്റും അത് മലയാളം വന്നിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബർ ആണോ. അതിനുശേഷം കൺട്രോൾ ടി അമർത്താം. കൺട്രോൾ ടി അമർത്തിയ ശേഷം അത് നമുക്കിങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റും. കണ്ട, നമുക്ക് എത്ര സൈസ് വേണോ ആ സൈസിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ അപ്ലൈ അടിക്കുക. അപ്ലൈ അടിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ എവിടേക്കെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ സ്റ്റൈലുകളൊക്കെ വേണമെങ്കിൽ വെക്കാം, സ്റ്റൈലുകൾ മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ വെക്കാം, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഇവിടെ വെച്ചു, നിങ്ങൾ യൂട്യൂബർ ആണോ. കണ്ടോ, ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കട്ടിങ് ടൂൾസ് ഉപയോഗിക്കുക. നമ്മളിങ്ങനെ കട്ട് ചെയ്യാണ്. നമ്മൾ ഒരു ഐഫോണിൻ്റെ നമ്മൾ കട്ട് ചെയ്യാം. നല്ല രീതിയിലൊക്കെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന കാരണം നമ്മൾ കട്ട് ചെയ്താണ്. അതിനുശേഷം കൺട്രോൾ സി അടിക്കുക, അവിടെ നിന്ന് കോപ്പി അടിക്കുക. നമ്മുടെ തമ്പനേഴ്സിൽ കൊണ്ട് കൺട്രോൾ വി അടിക്കുക. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് അതിൻ്റെ സൈസൊക്കെ കുറയ്ക്കാം. ഇപ്പം നമ്മളൊരു ഐഫോണിൻ്റെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ഐഫോണിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് അപ്ലൈ അടിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കണ്ടോ നല്ല രീതിയിൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമ്മൾ മലയാളത്തിലും അടിക്കാം, ഇംഗ്ലീഷിലും അടിക്കാം. ഈ ശേഷം നമ്മൾ ഫുൾ HD തമ്പനെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് സേവ് ചെയ്യാന്ന് അറിയണം. നമുക്ക് JPG-ക്കാണ് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫയലിൽ പോവുക, സേവ് ആസ് അടിക്കുക. അതിൽ നമ്മൾ ഫയൽ നെയിം നമ്മൾ BH തന്നെ കൊടുക്കുക. BH1 ഇട്ടോ. ഫോർമാറ്റ് നമ്മൾ JPG എന്നൊരു ഫോർമാറ്റാണ്. JPG-ക്ക് മാത്രമേ നമുക്ക് തമ്പനെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് സേവ് അടിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം ഫുൾ റെസൊല്യൂഷൻ ക്വാളിറ്റി നമ്മൾ 12 ഇട്ടിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തമ്പനകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. നല്ല നല്ല തമ്പനകൾ ക്രിയേറ്റ് ചെയ്താണ് ആളുകൾ തമ്പനേഴ്സ് കണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വൈറൽ, അപ്പം വീഡിയോ വൈറലായി പോവുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു.